തൊടുപുഴ എന്ന നഗരത്തിലെ ചിലവ് എന്ന ഗ്രാമത്തിൽ എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ചിലവ് ശ്രീ മഹാദേവ ക്ഷേത്രം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. എത്രത്തോളം പഴക്കമുണ്ടെന്ന് നമുക്കിതുവരെ കണ്ടെത്താനായിട്ടില്ല. ഗൈസ്, അപ്പോൾ ഇത് ഒത്തിരി പഴക്കമുള്ള ഒരു കല്ലമ്പല ക്ഷേത്രമാണ് കേട്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കല്ലമ്പല ക്ഷേത്രമാണ്. ഇത്രയും പഴക്കമുള്ള ഒരു കല്ലമ്പല ക്ഷേത്രം നമ്മുടെ ഈ ലൊക്കേഷനിൽ ഒരു ഇടത്തും തന്നെ ഇല്ല. മഹാദേവ ക്ഷേത്രമാണെങ്കിലും ഇവിടെ മെയിൻ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ശിവനെ കുറച്ച് പുറകിലേക്ക് മാറിയിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പണ്ട് ഭഗവതി ക്ഷേത്രമായിട്ടും പറയപ്പെടാറുണ്ട്. എല്ലാ അമ്പലത്തിനെന്ന പോലെയും ഇവിടെയും സർപ്പങ്ങളെ കുടിയിരുത്തിയിട്ടുണ്ട്. എല്ലാ മലയാള മാസവും 1-ാം തീയതി നടക്കുന്ന സർപ്പത്തിനുള്ള 100 പാലും എന്ന വഴിപാട് കൂടാൻ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമുക്കിത് ശാന്തിയോട് ചോദിക്കാം, നമുക്ക് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച്. ശാന്തി, അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ ഭക്തരെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. കണ്ണീരോടെ വരുന്ന ഭക്തർക്ക് വളരെ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പം നിലവിൽ ഇവിടുത്തെ വഴിപാടെന്ന് പറയുമ്പോൾ മുട്ടർക്ക് വഴിപാട് ഇവിടെയുണ്ട്. അതായത് വിവാഹ തടസ്സം ദേവിക്ക് ദേവിക്ക് അത് വിവാഹ തടസ്സം ഉള്ള സ്ത്രീ പുരുഷന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദേവിക്ക് ഇവിടെ മുട്ടർക്ക് വഴിപാടിലൂടെ അവർക്ക് വിവാഹം നടക്കും. പിന്നെ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് ദേവിയുടെ അടുത്ത് പലതരത്തിലുള്ള വഴിപാടുണ്ട്. എല്ലാം കഴിച്ചു പോകുന്നവർക്ക് കുട്ടികളെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി നമുക്ക് എന്താണോ നടക്കേണ്ടത് അത് ഇവിടെ വന്നാൽ സാധിച്ചു പോകാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും മഹാദേവന് ഇവിടെ 108 കുടം അഭിഷേകമുണ്ട്. 108 കുടം ധാര എന്ന് പറയുക. എല്ലാ മലയാള മാസം 1-ാം തീയതി രാവിലെ 4:30-ക്കാണ് അഭിഷേകത്തിന് സമയം. പിന്നെ ഭഗവാൻ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം വളരെ വിശേഷമുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഭക്തൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം ഇവിടെ സാക്ഷാത്കരിക്കും എന്നുള്ളതാണ്. ഭഗവാൻ സുബ്രഹ്മണ്യൻ കല്ലമ്പലമാണ്. ഇതിൻ്റെ മുകളിലും താഴെ ചുറ്റുമെല്ലാം കല്ലാണ്. ഇത് കുറേ വർഷങ്ങളായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ വിശേഷമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ വഴിപാട് ശർക്കരയും പഴമാണ് ഒരു പ്രധാന വഴിപാടും ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണോ ഞാൻ അല്പനേരം മുൻപ് പറഞ്ഞ പോലെ എന്താണോ ഒരു ഭക്തന് സാധിക്കേണ്ടത് അതിവിടെ വന്നാൽ സാധിക്കും. അത് ഞാൻ എൻ്റെ കൺമുന്നിൽ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇവിടെ പ്രധാന വഴിപാട് പഞ്ചാമൃതം, അതുപോലെ ഇവിടെ മാസപൂജയാണ്, പിന്നെ ശിവരാത്രി, പിന്നെ മണ്ഡലപൂജ, പിന്നെ തൈപ്പൂയ മഹോത്സവവും. അങ്ങനെയാണ് ഇവിടെ പ്രധാന വഴിപാട്. സുബ്രഹ്മണ്യന് പഴവും ശർക്കരയും. പ്രധാന വഴിപാടുകൾ ഏതൊക്കെ? മഹാദേവന് പ്രധാന വഴിപാടെന്ന് പറയുമ്പോൾ കൂട്ടുപായസം, പിന്നെ പാൽപ്പായസം. അതെല്ലാം വളരെ വിശേഷാലുള്ള വഴിപാട് തന്നെയാണ്. കൂടാതെ ഇവിടെ എല്ലാ മലയാള മാസം 1-ാം തീയതി 108 കുടം ധാര ഇവിടെ ചെയ്യുന്നുണ്ട്.
രാവിലെ 4:40 ആരംഭിക്കും. അത് ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും. അതുപോലെ കുടുംബജീവിതത്തിൽ ഒരുപാട് അലസത, അങ്ങനെ പല പല ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ മാനസികമായിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള രോഗം പോലും മാറി ഇവിടെ പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചരിത്രങ്ങളുണ്ട്. ഞാനിവിടെ നിൽക്കവേ നമുക്ക് പറഞ്ഞാൽ തീരാത്ത വണ്ണമുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഓരോ ഭക്തന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര കൊല്ലമായി ഈ അമ്പലത്തിൽ? ഞാനിവിടെ 2009 വന്നതാണ്. അതിനുശേഷം പല കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ മാസത്തിൽ 1-ാം തീയതി മാത്രമാണ് പൂജ ഉള്ളൂ? ഇവിടെ എല്ലാ മലയാള മാസവും 1-ാം തീയതി ആണ് പൂജ. പിന്നെ തലേന്ന് സംക്രാന്തിയുടെ അന്ന് വൈകിട്ട് ദീപാരാധന, പിന്നെ പിറ്റേ ദിവസം 1-ാം തീയതി ഗണപതി ഹോമം. രാവിലെ ഗണപതി ഹോമം ഉണ്ടാവും. ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകത, ഭക്തരെല്ലാം വന്നിരിക്കുന്ന സമയത്താണ് ഹോമം തുടങ്ങുക. അത് വളരെ വളരെ പ്രധാനമാണ്. ഭക്തർക്ക് പങ്കെടുക്കണം. അവർക്ക് ഭക്തരുടെ വിശ്വാസം അനുസരിച്ച് അവർ ഗണപതി ഹോമം പങ്കെടുക്കുമ്പോൾ അവരുടെ ഒട്ടുമുക്കാലും കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്ന് അവരെന്നോട് പറയാറുണ്ട്. ഞാനിവിടെ വന്നിട്ട് 17 വർഷം ആയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഭക്തരെ ഇവിടെ വന്ന് ദേവദർശനം ചെയ്ത് എണ്ണിയാൽ തീരാത്ത വണ്ണം പല കാര്യങ്ങളും, അതായത് ഭക്തൻ്റെ കണ്ണീര് ഇവിടെ ഒരു തുള്ളിയെങ്കിലും വീണ് കഴിഞ്ഞാൽ അവരെന്താണ് ആവശ്യപ്പെടുന്നത് ആ ആവശ്യം ഭഗവാൻ ഇവിടെ നിറവേറ്റി കൊടുക്കാറുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. അതിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. ശാന്തി, അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം ഏതാണ്? ഇത് ഈ ചിലുവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു പടമാണത്. ഞാനിവിടെ 2009 വന്നപ്പോൾ ഇതേ രൂപത്തിലായിരുന്നു അമ്പലം അല്ലേ? ചുറ്റമ്പലമില്ലായിരുന്നു. ഇതൊരു നടപ്പന്തൽ ഒക്കെ ആയിട്ടായിരുന്നു. പിന്നീട് അത് 2009 അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ നിരന്തരം പൂജ ചെയ്തു. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചു. ഭക്തരുടെ സംഖ്യ വർദ്ധിച്ചു. കാരണം അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് നടന്നു പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുക തന്നെയാണ്. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണീരും ഓരോ അപേക്ഷയും ഇവിടെ ചിലുവ് ശ്രീ മഹാദേവൻ സാധിച്ചു തരും എന്നുള്ളതാണ്. അതിന്